പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഗണിതം 7ാം ക്ലാസ്സിന്റെ ഗണിതവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ അധ്യായത്തിന്റെ ഒരു വീഡിയോ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ആ അധ്യായവുമായി ബന്ധപ്പെട്ട് അതിന്റെ 39ാമത്തെ പേജിലെ കുറച്ച് പ്രവർത്തനങ്ങൾ എങ്ങനെ നിർദ്ധാരണം ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രവർത്തനത്തിലേക്കായിട്ട് കടക്കുകയാണ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ആക്ടിവിറ്റി, add to a number 2 more than the number. add to a number 2 more than the number. അതായത് ഒരു സംഖ്യയോട് ആ സംഖ്യയോട് 2 കൂട്ടിയത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയും ആ സംഖ്യയോട് 2 കൂട്ടിയതും തമ്മിൽ കൂട്ടണം. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ എടുത്തു. ഉദാഹരണത്തിന് ഞാൻ എടുക്കുന്നത് 2 ആണെന്ന് കരുതുക. 2 എന്ന സംഖ്യ എടുത്തു. അപ്പൊ നമുക്ക് 2നോട് കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സംഖ്യ 2 ആണെങ്കിൽ 2നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2നോട് 2 കൂട്ടുമ്പോൾ 4 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ കൂട്ടേണ്ട സംഖ്യകള് 2ഉം 4ഉം ആണ്. അപ്പൊ 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ 6 ആണ് കിട്ടുക. ഇനി വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ എടുക്കുന്നു, വേറൊരു സംഖ്യ എടുക്കുകയാണ്. 5 ആണ് എടുക്കുന്നത് കരുതുക. ഞാൻ എടുക്കുന്ന സംഖ്യ 5 ആണ്. അപ്പൊ 5നോട് കൂട്ടേണ്ടത് എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 5നോട് കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് സംഖ്യയാണോ എടുത്തിരിക്കുന്നത് അതിനോട് 2 കൂട്ടിയാൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്, അതാണ് 5നോട് ചേർക്കേണ്ടത്. അപ്പൊ 5നോട് 2 കൂട്ടിയാൽ നമുക്ക് 7 ആണ് കിട്ടുക. അപ്പൊ നമ്മളിവിടെ കൂട്ടേണ്ടത് 5ഉം 7ഉം കൂടിയാണ് കൂട്ടേണ്ടത്. അപ്പൊ 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ 12 കിട്ടും. ഇനി വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് എടുത്ത് ചെയ്ത് നോക്കാം. ഞാൻ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3നോട് കൂട്ടണം എന്താണ്? 3നോട് 2 കൂട്ടിയിട്ടുള്ള ഉത്തരം. 3നോട് 2 കൂട്ടിയാൽ 5 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഏഡ് ചെയ്യുന്നത് 3ഉം 5ഉം കൂടിയാണ് ഏഡ് ചെയ്യേണ്ടത്. 8 കിട്ടും. അപ്പൊ ഇങ്ങനെ സംഖ്യാപരമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ബീജഗണിത ഭാഷയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് അവതരിപ്പിച്ചിരുന്നു. സംഖ്യയെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന സമ്പ്രദായത്തിനെ നമ്മൾ ബീജഗണിതം എന്ന് പറഞ്ഞു. ആ രീതിയാണ് നമ്മൾ ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതെന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഖ്യയിലാണ് എടുത്തിരിക്കുന്നത്. ഈ സംഖ്യയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങളെ ഈ അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പോവുക. അപ്പൊ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന സംഖ്യകൾക്ക് ഇപ്പൊ 2നായാലും 5നായാലും 3നായാലും ഒക്കെ പകരമായിട്ട് ഞാൻ ഈ അക്ഷരം എടുക്കാൻ പോവാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു അക്ഷരം എടുക്കുന്നു. ഞാൻ എ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്ന സംഖ്യ എക്സ് ആയി എടുക്കുന്ന സംഖ്യ എക്സ് ആണ്. പിന്നെ അതിനോട് കൂട്ടേണ്ട സംഖ്യ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 2 എടുത്തപ്പോൾ 2നോട് 2 കൂട്ടിയിട്ടുള്ള 4 ആണ് ഏഡ് ചെയ്യുന്നത്. ഇവിടെ 5നോട് 2 കൂട്ടി കിട്ടുന്ന 7 ആണ് ഏഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സിനോട് നമ്മൾ ഏഡ് ചെയ്യേണ്ടത് എന്താണ്? എക്സിനോട് 2 കൂട്ടിയാൽ എന്താണോ കിട്ടുക അതാണ് ഏഡ് ചെയ്യേണ്ടത്. അപ്പൊ എക്സിനോട് 2 കൂട്ടി കഴിഞ്ഞാൽ x+2 ആണ് കിട്ടുക. എക്സ് കൂട്ടണം 2, x+2 ആണ് കിട്ടുക. അപ്പൊ എക്സിനും x+2 കൂടിയാണ് നമ്മൾ അവിടെ കൂട്ടേണ്ടത്. അപ്പൊ എക്സും x+2 കൂടെ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ x+x+2 എന്ന് കിട്ടും. x+x+2. അപ്പൊ ഇത് ഒരേപോലെയുള്ള 2 എണ്ണം കൂട്ടാൻ പറ്റും. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഒരു എക്സും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2x എന്ന് കിട്ടും. 2x കൂട്ടണം 2 എന്നാണ് നമുക്ക് കിട്ടുക. 2x കൂട്ടണം 2 എന്ന് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ മുൻ ക്ലാസ്സിൽ പഠിച്ച പ്രകാരം ഇതിനെ വേണമെങ്കിൽ ഇവിടെ പ്ലസ് ചിഹ്നത്തിന്റെ 2x എന്ന് പറഞ്ഞാൽ 2 × x ആണ്. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. അതിന് നമുക്ക് 2 പുറത്തെടുത്തുകൊണ്ട് 2 ഗുണിക്കണം x+1 എന്ന് നമ്മൾ വേണമെങ്കിൽ ക്രോഡീകരിച്ച് എഴുതുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഉത്തരം. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക്, സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? add 1 to a number and subtract 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. add 1 to a number, ഒരു നമ്പറിനോട് 1 കൂട്ടിയിട്ട് subtract 2, 2 കുറയ്ക്കണം. അതായത് ഒരു സംഖ്യ എടുത്തിട്ട് ആ സംഖ്യയോട് 1 കൂട്ടുകയും 2 കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ 5 ആണെന്ന് കരുതുക. ആദ്യം പറയുന്നു 5നോട് 1 കൂട്ടാൻ പറഞ്ഞു. 5നോട് 1 കൂട്ടി, അതിനുശേഷം അതിൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 5നോട് 1 കൂട്ടിയാൽ 6 കിട്ടും. 6ന് 2 കുറച്ചാൽ 4 എന്ന ഉത്തരവും കിട്ടും. അപ്പൊ നമുക്ക് 5ൽ നിന്ന് 1 കൂട്ടിയിട്ട് 2 കുറച്ചാൽ 4ലേക്കാണ് നമ്മൾ എത്തുന്നത്. ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കുന്നു. 6നോട് 1 കൂട്ടി 2 കുറച്ചു. അപ്പൊ നമ്മൾ എത്തുന്നത് എവിടേക്ക്? 6ന് 1 കൂട്ടിയാൽ 7, 7ന് 2 കുറച്ചാൽ 5ലേക്കാണ് എത്തുന്നത്.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1 കൂട്ടി 2 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. ഞാനിവിടെ മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. അതായത് 5നോട് 1 കൂട്ടിയിട്ട് 2 കുറച്ചാൽ ഫലത്തിൽ 5ൽ നിന്നും 1 കുറഞ്ഞിട്ടുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. 5ൽ നിന്നും 1 കുറഞ്ഞിട്ടുള്ള ഉത്തരമാണ് 4. ഈ 5 എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയാണ്. എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്. ആ 5 രൂപയിൽ നിന്നും എനിക്ക് ഒരാൾ 1 രൂപ തന്നു, അല്ലെങ്കിൽ എനിക്കൊരു രൂപ വീണ് കിട്ടി. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ 6 രൂപയായിട്ട് മാറി. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് 2 രൂപ തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു? 2 രൂപ കടം കൊടുത്തു. ഫലത്തിൽ എനിക്ക് എത്രയാണ് നഷ്ടം വന്നത്? സാധാരണഗതിയിൽ 2 രൂപ കടം കൊടുത്താൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5ൽ നിന്ന് 2 കുറവ് വരണം. പക്ഷെ ഇവിടെ 2 കുറവ് വരുന്നില്ല. കാരണം എന്താണ്? എനിക്കൊരാൾ 1 രൂപ തന്നിട്ടുണ്ട്. അപ്പം ഫലത്തിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും 1 രൂപ മാത്രമേ എനിക്ക് മൈനസ് ആവുന്നുള്ളൂ. അപ്പം ഫലത്തിൽ എത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്? 4 രൂപയുണ്ട്. ഇതും അതുപോലെ ചിന്തിച്ചു നോക്കൂ. എൻ്റെ കയ്യിൽ 6 രൂപ ഉണ്ടായിരുന്നു. എനിക്കൊരു രൂപ വീണ് കിട്ടി. 2 രൂപ ഒരാൾ കടം ചോദിക്കുകയും ചെയ്തു. അപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 6 രൂപയിൽ നിന്നും കടം ചോദിച്ചിട്ട് 2 രൂപ കൊടുത്താൽ അത് 4 ആയിട്ട് മാറും. പക്ഷേ എനിക്കൊരു രൂപ കിട്ടിയത് കൊണ്ട് തന്നെ 2 മൈനസ് ആവുന്നില്ല. ഫലത്തിൽ എന്തേ മൈനസ് ആവുന്നുള്ളൂ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന സംഖ്യയിൽ നിന്നും 1 മാത്രമേ മൈനസ് ആവുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്നും 1 കുറച്ചിട്ട് 1 കൂട്ടിയിട്ട് ഒരു സംഖ്യയോട് 1 കൂട്ടിയിട്ട് 2 കുറയ്ക്കുമ്പോൾ ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു? യഥാർത്ഥത്തിലുള്ള സംഖ്യയിൽ നിന്നും 1 മാത്രമേ മൈനസ് ആവുന്നുള്ളൂ. ഈ ഒരു ആശയം നമ്മൾ അക്ഷരം ഉപയോഗിച്ച് കുറിക്കാൻ പോവാണ്. അതായത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സംഖ്യ x രൂപയാണ്. ആ x രൂപയോട് ഒരാൾ 1 രൂപ തന്നപ്പോൾ അല്ലെങ്കിൽ വീണ് കിട്ടിയപ്പോൾ x+1 സംഖ്യയായിട്ട് മാറി. ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപ കടം ചോദിച്ചു. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ നിലവിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായതിൽ നിന്നും 1 രൂപ മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. അതായത് x-1 രൂപ ഇപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ടാകും. അപ്പോ ഇതാണ് അതിന്റെ ബീജഗണിത രൂപമായി മാറുന്നത്. ഒരു സംഖ്യയോട് 1 കൂട്ടിയിട്ട് 2 കുറച്ചാൽ അത് x-1 എന്ന രൂപത്തിലേക്കാണ് മാറുന്നത്. Now we are to the third question. Third question is from a number subtract another and add twice the subtracted number. അതാണ് ചോദ്യം. അതായത് ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. ഒരു നമ്പറിൽ ഒരു സംഖ്യയിൽ നിന്നും വേറൊരു സംഖ്യ കുറച്ചിട്ട് നമ്മൾ എന്താണോ കുറച്ചിരിക്കുന്നത് ആ കുറച്ച സംഖ്യയുടെ ഡബിൾ ഇരട്ടി അതിനോട് കൂട്ടുകയും ചെയ്യണം. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ 2 ഉദാഹരണം എടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുക്കുന്നു. ഒരു 3 എന്ന സംഖ്യ ഞാൻ എടുത്തു, 2 എന്ന സംഖ്യ ഞാൻ എടുത്തു. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നു 3ൽ നിന്നും 2 കുറയ്ക്കാൻ പറഞ്ഞു. ഒരു സംഖ്യയിൽ നിന്നും വേറൊരു സംഖ്യ കുറച്ചു. എന്നിട്ട് കുറച്ചത് എന്താണോ അതിന്റെ ഇരട്ടി കൂട്ടുകയാണ്. അപ്പൊ കുറച്ചത് ഇവിടെ 2 ആണ്, 2ന്റെ ഇരട്ടി 4 ആണ്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഫലത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്? 4ഉം 3ഉം 7 ആണെന്ന് 7ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. ഇതാണ് ഉത്തരം കിട്ടുന്നത്. ഇനി വേറെ ഉദാഹരണം എടുത്തു നോക്കാൻ വേണമെങ്കിൽ 5, 3 എടുത്തു. അപ്പൊ നമുക്ക് 5ൽ നിന്നും 3 കുറച്ചിട്ട് എന്താണോ കുറച്ചിരിക്കുന്നത് അതിന്റെ ഇരട്ടി, നമ്മളിവിടെ 3 കുറച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇരട്ടി, അതായത് 3ന്റെ ഇരട്ടി എത്ര വരും? 6 വരും. കൂട്ടുന്നു. അപ്പൊ 5ൽ നിന്നും 3 കുറച്ചാൽ 2, 2നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന ഉത്തരത്തിലേക്കും എത്താൻ പറ്റും. ഇനി നമ്മൾ ബീജഗണിതത്തിലേക്ക് പോവാണ്. നമ്മൾ എടുക്കുന്ന 2 സംഖ്യ ഡിഫറൻ്റ് ആയ 2 നമ്പറുകളാണ്. അപ്പൊ എങ്ങനെയാണ് സംഖ്യ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരം ഉപയോഗിച്ചു, x ഉപയോഗിച്ചു. അടുത്തടുത്തുള്ള 2 നമ്പറുകൾ എന്ന് പറയുമ്പോൾ x, x+1, അതായത് ആദ്യവുമായി ബന്ധിപ്പിച്ച് വേണം എടുക്കാൻ. x, x+1. ഇനി 2 ഡിഫറെന്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ x വേറെ ലെറ്റർ ആയിട്ടാണ് അടുത്തത് എടുക്കേണ്ടത്. നമുക്കിവിടെ y എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഡിഫറെന്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് 2 വ്യത്യസ്ത സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന 2 സംഖ്യകൾ ഒന്ന് x ആയിട്ടും മറ്റൊന്ന് y ആയിട്ടും തിരഞ്ഞെടുത്തു. അപ്പൊ ആദ്യം ചെയ്യുന്ന x ൽ നിന്ന് y കുറയ്ക്കുകയാണ്. ഒരു സംഖ്യയിൽ നിന്നും വേറൊരു സംഖ്യ കുറച്ചു, ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറച്ചു. കുറച്ചതിന് ശേഷം എന്താണോ കുറച്ചിരിക്കുന്നത് അതിന്റെ ഇരട്ടി കൂട്ടുകയാണ് ചെയ്തത്. അതിന്റെ ഇരട്ടി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകയിൽ നിന്നും ഒരാളൊരു നിശ്ചിത സംഖ്യ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കൊണ്ടുപോയതിന്റെ ഇരട്ടി കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പം ഫലത്തിൽ എന്താണ് കയ്യിലേക്ക് വന്നിരിക്കുന്നത്? ഇവിടെ 2 രൂപ 3 രൂപ ഉണ്ടായിരുന്ന 2 രൂപ കൊണ്ടുപോയി 4 രൂപ ഒരാൾ തന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ വരുന്ന മാറ്റം എന്താണ്? അതായത് 2 കുറയുന്നതിന് പകരമായിട്ട് 2 കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആദ്യം 3 രൂപ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 2 രൂപ പോയാൽ യഥാർത്ഥത്തിൽ 2 രൂപ അതിന് മൈനസ് ആവേണ്ടതാണ്.
പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായതിൽ നിന്നും 2 രൂപ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപ പോയെങ്കിലും 4 രൂപ ഒരാൾ കൊണ്ടുതന്നിട്ടുണ്ട്. ഇവിടെയോ നിലവിലുണ്ടായതിൽ നിന്നും 3 രൂപ അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ ഇരട്ടി 6 കിട്ടിയിട്ടുണ്ട്. പക്ഷെ 6 കിട്ടിയിട്ടുണ്ട്. 6 കിട്ടിയതല്ല എഫക്റ്റ് വരുന്ന 3 കുറഞ്ഞത് കൊണ്ട് തന്നെ 5നോട് 3 മാത്രമേ ഇവിടെ വർദ്ധിച്ചിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എക്സിൽ നിന്നും y പോയിട്ട് 2y, അതായത് കൊണ്ടുപോയതിന്റെ ഇരട്ടി നമുക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് എക്സിനോട് എന്താണോ കുറഞ്ഞിരിക്കുന്നത് അത് ഏഡ് ചെയ്ത ഫലത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. എക്സ് പ്ലസ് വൈ ആയിട്ടാണ് മാറുന്നത്. അതായത് 3ൽ നിന്നും 2 പോയാൽ 3ഉം 2ഉം 5 ആയിട്ടാണ് മാറുന്നത്. 5ൽ നിന്ന് 3 പോയിട്ടുണ്ടെങ്കിലും 5 3 8ലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം എന്താ വെച്ചാൽ എത്രയാണോ കൊണ്ടുപോയിരിക്കുന്നത് അതിന്റെ ഇരട്ടി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എക്സിൽ നിന്നും y പോയാലും വൈയുടെ 2 ഇരട്ടി കിട്ടിയത് കൊണ്ട് എനിക്ക് എക്സിനോട് y കൂട്ടിയതിന് തുല്യമായിട്ട് മാറുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാണ്. ടു എ നമ്പർ ആഡ് അനദർ ആൻഡ് സബ്ട്രാക്ട് ദി ഫസ്റ്റ്. അതായത് ഒരു സംഖ്യയോട് വേറൊരു സംഖ്യ കൂട്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണോ എടുത്തിരിക്കുന്നത് അത് കുറച്ച് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ അക്ഷരത്തിൽ എഴുതുമ്പോൾ എക്സ് ആണ് എടുക്കുന്നത്. സംഖ്യയായിട്ട് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനൊരു സംഖ്യ എടുത്തു, എക്സ് എടുത്തു. ഇനി നമ്മളോട് പറയുന്നത് ടു എ നമ്പർ ആഡ് അനദർ നമ്പർ. അപ്പൊ ഈ എക്സിനോട് നമ്മൾ വേറെ സംഖ്യ ആയിട്ടുള്ള y ആണ് കൂട്ടുന്നത്. എക്സിനോട് y കൂട്ടി എന്നിട്ട് ആദ്യം നമ്മൾ എന്താണോ എടുത്തത് അത് കുറച്ച് കളിയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഫലത്തിൽ ഉണ്ടാവുക? കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന എക്സിൽ നിന്നും എക്സ് അങ്ങോട്ട് കുറഞ്ഞിട്ട് y എന്നൊരു സംഖ്യയിലേക്ക് മാറി വരും. സംഖ്യ എടുത്താൽ റെഡിയാണ്. 5നോട് 3 കൂട്ടിയിട്ട് ആദ്യത്തെ സംഖ്യയായ 5 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 3 ആണ് ഉത്തരം വരിക. ഇത് നമുക്ക് അക്ഷരം ഉപയോഗിച്ച് എക്സിനോട് y കൂട്ടിയിട്ട് ആദ്യത്തെ എക്സ് കുറച്ചാൽ y-ലേക്ക് എത്തും. ഇനി അടുത്തൊരു പ്രവർത്തനമാണ്. ടു എ നമ്പർ ആഡ് അനദർ ആൻഡ് then add the sum to the first number. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സംഖ്യ എടുത്തിട്ട് ആ സംഖ്യയോട് വേറൊരു സംഖ്യ കൂട്ടി വെക്കുക. എന്നിട്ട് ഈ കൂട്ടി കിട്ടിയ സംഖ്യയും നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സംഖ്യയും കൂടെ തമ്മിൽ കൂട്ടണം. ഇതാണ് ചോദ്യം. അതായത് സംഖ്യയിൽ എടുക്കുകയാണെങ്കിൽ 2 സംഖ്യ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുത്തു 3 എടുത്തു. 3 എന്ന സംഖ്യ എടുത്തു. ഇനി ഈ 3നോട് വേറൊരു സംഖ്യ കൂട്ടുകയാണ്. ഉദാഹരണത്തിന് ഞാൻ 2 ആണ് കൂട്ടാൻ പോകുന്നത്. അപ്പൊ 3നോട് 2 കൂട്ടി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം എടുത്ത സംഖ്യ 3. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 എന്നൊരു സംഖ്യ എടുത്തിട്ട് ഈ എടുത്തിരിക്കുന്ന 3നോട് 2 ഞാൻ കൂട്ടി വെച്ചു. അതായത് നമുക്ക് ഫലത്തിൽ എന്താ കിട്ടുക? ഇത് 5 ആയിട്ടാണ് കിട്ടുക. പിന്നെ നമ്മൾ കൂട്ടാൻ പോകുന്നത് എന്താണ്? 3ഉം 5ഉം കൂടിയാണ് കൂട്ടുന്നത്. അപ്പൊ നമുക്ക് 8 ആണ് കിട്ടുക. അപ്പൊ ആദ്യം എടുത്ത നമ്പറും അതിനോട് വേറൊരു സംഖ്യ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണോ അതും കൂടിയാണ് എഴുതി ചെയ്യേണ്ടത്. 3ഉം 5ഉം കൂടെ കൂട്ടിയിട്ട് നമ്മൾ 8ലേക്കാണ് എത്തുക. അപ്പൊ നമുക്കൊന്ന് അക്ഷരത്തിൽ എഴുതി നോക്കാം. ഈ 3ന് പകരം എക്സ് എടുക്കുന്നു. ഇവിടെ ഒന്നുമില്ല, സംഖ്യകൾക്ക് പകരം നേരിട്ട് അക്ഷരം കൊടുക്കുകയാണ്. എക്സ് എടുത്തു. ഇനി ഞാൻ ഇവിടെ 2 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ 2ന് പകരമായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നു y-ന് എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ആദ്യം എടുത്ത എക്സിനോട് എന്ത് കൂട്ടണം? രണ്ടാമത് എടുത്തിരിക്കുന്ന y കൂട്ടണം. അപ്പൊ ഞാൻ എക്സിനോട് y കൂട്ടിയിട്ടുള്ള ഒരു സംഖ്യ എഴുതി വെക്കണം. അപ്പൊ നോക്കുക, ആദ്യം എടുത്തിരിക്കുന്നത് എക്സ് ആണ്. അപ്പൊ ഈ എക്സിനോട് ഞാൻ y എടുത്തിട്ട് എക്സ് പ്ലസ് y ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കൂട്ടേണ്ട എന്താണ്? ഇവിടെ 3ഉം 5ഉം ആണ് കൂട്ടിയത്. അതുപോലെ ഞാൻ എക്സും എക്സ് പ്ലസ് വൈയും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് കൂട്ടണം എക്സ് പ്ലസ് വൈയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഉത്തരം എന്താ വരിക? എക്സും എക്സും കൂട്ടിയാൽ 2x കൂട്ടണം വൈയിലേക്ക് നമ്മൾ എത്തും. 2x കൂട്ടണം y. അതായത് നമുക്കിവിടെ 3ഉം 5ഉം 8 കിട്ടി. അതുപോലെ 2x കൂട്ടണം വൈയിലേക്കാണ് നമ്മൾ ഈ ഓൾജിബ്ര രൂപത്തിലേക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം, സബ്ട്രാക്ട് 2 ടൈംസ് എ നമ്പർ ഫ്രം 5 ടൈംസ് ഓഫ് എ നമ്പർ. അതായത് ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും ആ സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കണം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എടുക്കുക, ആ 5 മടങ്ങിൽ നിന്നും അതിന്റെ 2 മടങ്ങ് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സംഖ്യ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സംഖ്യ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ അക്ഷരത്തിലേക്ക് അടുക്കുകയാണ്. ഒരു സംഖ്യ എടുത്തു. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്തെടുക്കുന്നു? അക്ഷരമായിട്ട് സൂചിപ്പിക്കുന്നു. ഇനി ഈ സംഖ്യയുടെ 5 മടങ്ങ് എത്രയാണെന്ന് നോക്കണം. നമുക്കറിയാം ഒരു സംഖ്യയുടെ മടങ്ങ് കിട്ടാൻ 2 മടങ്ങ് കിട്ടാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു സംഖ്യയുടെ 3 മടങ്ങ് കിട്ടാൻ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x മാറും. സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആയിട്ട് മാറും. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x മാറും. 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10x ആയിട്ട് മാറും.
അപ്പോൾ എടുത്തിരിക്കുന്ന സംഖ്യ x ആണ്. സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x ആയിട്ട് മാറും. ഇനി ഇതിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഈ എക്സിന്റെ 2 മടങ്ങ് കുറയ്ക്കണം, അതായത് 2x കുറയ്ക്കണം. അപ്പോൾ ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും സംഖ്യയുടെ 2 മടങ്ങാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 5xൽ നിന്നും 2x കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3xകളായിട്ട് കിട്ടും. 5ന്ന് 2 കുറച്ചാൽ 3xകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്രയും സിമ്പിൾ ആണ്, അതിവിടെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ 39ാമത്തെ പേജിലെ ലാസ്റ്റ് പ്രവർത്തനമാണ്. Add 2 times a number with 3 times the same number. Add 2 times a number with 3 times the same number. അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് അതിന്റെ 2 മടങ്ങ് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യ എടുക്കുന്നു, 3 മടങ്ങ് എടുക്കുന്നു, 2 മടങ്ങ് എടുക്കുന്നു, തമ്മിൽ ആഡ് ചെയ്യുന്നു. ഞാൻ നേരിട്ട് അക്ഷരത്തിലേക്ക് തന്നെ പോവാണ്. ഒരു സംഖ്യ എടുത്തു, ആ സംഖ്യയുടെ 3 മടങ്ങ് എടുത്തു. ഒരു സംഖ്യ എടുത്തു, സംഖ്യയുടെ 3 മടങ്ങ് 3x ആയിട്ട് മാറി. ഇതിനോട് എന്ത് ചെയ്യണം? കൂട്ടണം. എന്താണ് കൂട്ടേണ്ടത്? ഇതിന്റെ 2 മടങ്ങ്, അതായത് എക്സിന്റെ 2 മടങ്ങ് 2x. അപ്പൊ 3xനോട് 2x ആഡ് ചെയ്യണം. 3xനോട് 2x ആഡ് കഴിഞ്ഞാൽ അത് 5x ആയിട്ട് മാറും. അതായത് ഒരു സംഖ്യ 3 എടുത്തു, ആ 3ന്റെ 3 മടങ്ങ്, 3ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3×3 പ്ലസ് 3ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2×3. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 3 9, 3 2 6, 9 6 15 എന്ന് കിട്ടും. അതായത് ആദ്യം എടുത്ത സംഖ്യയുടെ, ആദ്യം നമ്മൾ 3 ആണ് എടുക്കുന്നത്, ആ 3ന്റെ 5 മടങ്ങിലേക്കാണ് പോകുന്നത്. 5 15ലേക്കാണ് കിട്ടുന്നത്. അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങും അതിന്റെ 2 മടങ്ങും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യം എടുത്ത സംഖ്യയുടെ 5 മടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതാണ് അക്ഷരം ഉപയോഗിച്ച് ചെയ്യുക. 3x + 2x = 5x ആയിട്ട് മാറി. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 39ാമത്തെ പേജിലുള്ളത്. ഇത് വീഡിയോ കൃത്യമായി കണ്ട് ഓരോ പ്രവർത്തനങ്ങളായിട്ട് ചോദ്യം എഴുതുക. അതിനുള്ള ആൻസറും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ.